ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സെന്റർ മക്ടക് മടവണ്ടി. ഞാൻ ശരത്ത്, തൃശ്ശൂർ. ഇന്ന് നമ്മൾ നിൽക്കുന്നത് ചെറുപ്പളശ്ശേരിയിലാണ്. ചെറുപ്പളശ്ശേരി ഒരു വലിയ വണ്ടി പ്രാന്തൻ്റെ വീട്ടിലാണ്. വലുതെന്ന് പറഞ്ഞാൽ നിസ്സാര പ്രാന്തല്ല. അതെന്താണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അക്ഷരം എന്നാണ് വീടിൻ്റെ പേര്. അവിടെ കിടക്കുന്ന വണ്ടികൾ ഒന്ന് ശ്രദ്ധിച്ചോളൂ. ആളുടെ വണ്ടികളും കാര്യങ്ങളൊക്കെ ഒന്ന് നമുക്ക് കാണിച്ചു തരാം. ഓരോ വണ്ടീനെ കുറിച്ചിട്ട് ആൾ പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആളുടെ വീടാണ് കേട്ടത്. ആളുടെ വണ്ടികളാണ് കേട്ടോ കിടക്കുന്നത്. ജസ്റ്റ് വണ്ടികൾ ഞാനൊന്ന് എക്സ്പ്ലോർ ചെയ്യാം. അംബാസഡർ കണ്ടില്ലേ, ഫോർച്യൂണർ, നിസാൻ്റെ ടിയന, പഴയ മോറിസ് മൈനറുകൾ. ഇത് നമ്മൾ വന്ന വണ്ടിയാണ് കേട്ടോ, നമ്മുടെ കൂട്ടുകാരൻ വന്ന വണ്ടിയാണ്. ഇതൊക്കെ ഏത് വണ്ടിയാന്നുള്ളത് അദ്ദേഹം പറഞ്ഞു തരും. ഇപ്പോൾ നമുക്ക് തന്നെ വലിയ ഐഡിയ ഇല്ല. ഇത് കണ്ടോ, പഴയ ആളവണ്ടി, കുതിരവണ്ടി, ആളവണ്ടി, മറ്റേ കുതിരവണ്ടി, ടയോട്ടർ വണ്ടി, പഴയത് മോഡൽ കിടക്കണ്ട. പ്രീമിയർ പത്മിനി, പല മോഡലുകൾ, അംബാസഡർ, കുതിരവണ്ടിയാണ്. അപ്പോൾ നമ്മൾ ചെറുപ്പളശ്ശേരി ഒരു പരിപാടിക്ക് വന്നതാണ്. ആ സമയത്ത് ഇദ്ദേഹം അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പരിചയപ്പെട്ടാണ്. അപ്പോൾ വണ്ടികൾ ഒന്ന് കാണാൻ പറ്റാൻ ചോദിച്ചപ്പോൾ അതിനെന്താന്ന് പറഞ്ഞിട്ട് കൂട്ടി കൊടുന്ന കേട്ടോ വീട്ടിലേക്ക്. അപ്പോൾ ഇദ്ദേഹമാണ് കേട്ടോ ഈ കാണുന്ന വണ്ടികളുടെ ഒക്കെ മുതലാളി. ഇദ്ദേഹമാണ് ഒരു പക്കാ വണ്ടിപ്രാന്തൻ എന്ന് നമുക്ക് വിശേഷിക്കാൻ പറ്റുന്ന ആള്. നമ്മളൊക്കെ വിചാരിച്ച് നമുക്കാണ് വണ്ടിപ്രാന്തെന്ന്. മൂപ്പർക്ക് ഉള്ള അത്ര എന്തായാലും നമുക്ക് ഇല്ല, വാങ്ങില്ലാന്ന്. ബാബു പാലൊക്കെ നിൽക്കണു. നമ്മുടെ വണ്ടി ഗ്രൂപ്പ് അംഗങ്ങളൊക്കെ നമ്മുടെ ലഡാക്കിലേക്ക് വണ്ടി ട്രിപ്പ് അയച്ചു വെച്ചിട്ട് വന്നതാണ് കേട്ടോ. പഴയ മോറിസ് മൈനർ അതുപോലത്തെ വണ്ടികളൊക്കെയാണ് കിടക്കുന്നത്. അതൊക്കെ നമ്മളെക്കാട്ടിലും പഴക്കമുള്ളത്. ഇപ്പോൾ നമുക്കൊരു 10-38 വയസ്സായി. അപ്പോൾ അതിനെക്കാട്ടിലും പഴക്കമുള്ള വണ്ടികളാണ് ഈ കിടക്കണത്. ഇപ്പോൾ ഇനിയിപ്പോൾ പറഞ്ഞ് വെറുപ്പിക്കാൻ നിൽക്കണില്ല. നമുക്ക് നിങ്ങൾ വണ്ടി കണ്ടോളെ. അദ്ദേഹം നമുക്ക് വണ്ടി പരിചയപ്പെടുത്തി തരാമെന്ന് പറഞ്ഞിട്ട് അതിനുള്ള സമയമൊന്നും നമുക്ക് അദ്ദേഹത്തിന് കിട്ടിയില്ല. ഇനി നമ്മൾ ഓരോ വണ്ടിയായിട്ട് അദ്ദേഹത്തിന് വിളിച്ചത്. നമ്മുടെ ഗ്രൂപ്പിൽ ഇപ്പോൾ ആള് പിന്നെ നമ്മുടെ 800 ഗ്രൂപ്പിൽ കയറിയിട്ടുണ്ട്. ഒരു SS800 എടുത്തിട്ട് ആൾ ഇപ്പോൾ ഫുള്ള് പണിക്ക് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ എന്താ പറയുക ഫാമിലിയിൽ അംഗമാണ് അദ്ദേഹം. അപ്പോൾ ഇനി ഒരു ദിവസം അദ്ദേഹത്തിന് ഫുള്ള് സമയം ഒഴിവാകുമ്പോൾ വന്നിട്ട് നമ്മൾ ഫുള്ള് ഓരോ വണ്ടിയായിട്ട് അദ്ദേഹം പരിചയപ്പെടുത്തി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. പഴയ വണ്ടികളുടെ ഒരു കമനീയ ശേഖരം തന്നെ അദ്ദേഹത്തിൻ്റെ ഉണ്ട്. ഇത് മോറിസ് മൈനറാണ് കേട്ടോ. അതിൻ്റെ ഡോറും ഉള്ളിൽ ഇൻഭാഗും ഉൾഭാഗമൊക്കെ ഒന്ന് കണ്ടു നോക്കുമോ. പഴയ വണ്ടിയാണ് ഉണ്ടോ. ഇൻറ്റീരിയറൊക്കെ അക്ഷരം, എല്ലാ വണ്ടിയുമേ അക്ഷരം എന്ന് ബാക്ക് സൈഡിൽ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ പേര് തന്നെയാണ് ഈ അക്ഷരം എന്നുള്ളത്. എന്തായാലും ഇതിപ്പോഴും ഇതുപോലെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടു നടക്കുന്ന അദ്ദേഹത്തിന്. ഈ കിടക്കുന്ന എല്ലാ വണ്ടികളും റണ്ണിങ് കണ്ടീഷനാണെന്ന് പറയണത് കേട്ടോ ആള്. എല്ലാ വണ്ടികളും റണ്ണിങ് കണ്ടീഷനാണ്. അപ്പോൾ ഇങ്ങനെയും വണ്ടികൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരുന്ന ആളുകളെ കാണാൻ പറ്റി തന്നെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് കണക്കാക്കണം. ഇതിൻ്റെ ഡിക്കി തുറന്നാട്ടോ. ഡിക്കിയിൽ കണ്ടില്ലേ പെട്രോൾ ടാങ്ക് ഇരിക്കുന്ന അത് കണ്ടില്ലേ, ഡിക്കി തുറന്നതാണ്. നോക്കി അവൻ്റെ ഒരു അഴക് കിടക്കണ കിടപ്പ് കണ്ടത്. ഇതൊക്കെ എടുത്തിട്ട് റോട്ടിൽ കൂടെ ഓടിക്കാൻ പറ്റുന്നത് ഒരു ഭാഗ്യമല്ലേ. എന്താല്ലേ, അതൊക്കെ ഒരു ഭാഗ്യം തന്നെ. അദ്ദേഹം ഭാഗ്യം ചെയ്ത മനുഷ്യനാണെന്ന്. അതിൻ്റെ കണ്ട ഡോറിൻ്റെ ലോക്ക് കണ്ട ഔട്ടർ ഹാൻഡിൽ അതൊക്കെ കണ്ട് തൊട്ടാലും മുതൽ ഒന്നും നോക്കാല്ലേ. അത് അപ്പുറത്തെ ഒരു മുതൽ കിടക്കണണ്ട. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ടിയുടെ പേര് വരെ നമുക്കറിയില്ല. ഉള്ള കാര്യം പറയാമല്ലോ. മെക്കാനിക്കാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അറിയാവുന്നത് അറിയുമെന്ന് പറയണതല്ലേ നല്ലത്. അത് കാരണം പറയണം കേട്ടോ. ഇതിൻ്റെ പേര് വരെ ഈ മുതലിൻ്റെ അറിയില്ല. ഇത് അദ്ദേഹത്തിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ഒരു ദിവസം നമുക്ക് അദ്ദേഹത്തിന് സമയം കിട്ടുന്ന ഒരു ദിവസം നമുക്ക് അദ്ദേഹത്തിനെ വെച്ചിട്ട് നമുക്ക് കുറച്ച് വണ്ടികളുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അദ്ദേഹത്തിന് അതിന് സമയം കണ്ടെത്തും. എനിക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം സ്പെൻഡ് ആക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത്ര നമുക്ക് പറയാൻ പറ്റുള്ളൂ ഇത്. കാരണം നമുക്കിതിനെ പറ്റിയിട്ട് പറഞ്ഞു തരാനൊന്നും പറ്റില്ല. കാരണം അറിയില്ല സത്യമായിട്ടും. അത് എയർ വിളിക്കുന്നുണ്ട്. അടിപൊളി. പിന്നെ സ്വിച്ച് ഓൺ ചെയ്തിട്ട് ഇൻഡിക്കേറ്റർ ഇട്ട് കഴിഞ്ഞാൽ ആ സെൻട്രൽ പില്ലറിൽ ഒരു കൈ പോലെ സാധനം പൊട്ടി. അപ്പം അതിനകത്ത് ലൈറ്റ് ഉണ്ട്. അതാണ് അന്നത്തെ ഇൻഡിക്കേറ്റർ. അതിനകത്ത് എവിടെയാണ് അന്നത്തെ ഇത് വർക്കിംഗ്. അപ്പോൾ
അത് വർക്ക് ചെയ്യും, ഈ സാധനം വർക്ക് ചെയ്യും, എല്ലാം വർക്ക് ചെയ്യണം. ഇതാ ഈ സാധനം ഇവിടുന്ന് ഇത്ര ഇങ്ങോട്ട് പുറത്തേക്കോ റൈറ്റിലേക്ക് എതിരാണ്. അപ്പോൾ അതിനകത്ത് എല്ലാ ലൈറ്റും വണ്ടിക്കാർക്കറിയാം. വേറെ ബോഡിയുടെ മുകളിൽ ചെയ്യുന്നതിലേക്കില്ല. അപ്പം അദ്ദേഹമുള്ള സമയം നമ്മൾ അതിനെ പറ്റിയിട്ട് പറഞ്ഞു തരാം കേട്ടോ. അദ്ദേഹം ഒരു വിളി വിളിച്ചു കേട്ടോ. അതായത് അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ അകംഭാഗം ഒന്ന് കാണാം, അതിൻ്റെ ഉള്ളിലും കാറുണ്ട് എന്നാ. അപ്പോൾ ഒന്ന് കാണാലോ നമുക്ക്. അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ ഇൻറ്റീരിയറാണ് ഈ കാണുന്നത് കേട്ടോ. എന്തുട്ടാ മുതലേ ഒന്നും നോക്കാമല്ലേ, അടിപൊളി. അപ്പോൾ അദ്ദേഹം കാണിച്ച് പറഞ്ഞ കാറ് ഇതാ നമ്മൾ ദയായിരിക്കുന്നു. നമുക്ക് അടുത്തേക്ക് പോവാം. കണ്ട അംബാസഡറിൻ്റെ ഫ്രണ്ടേജ് വെച്ചിട്ട് അവിടെ ഒരു ടേബിൾ പോലെ ഒരു സെറ്റാക്കി. ഇത് വെറും പ്രാന്ത് എന്ന് പറയാൻ പറ്റില്ല, വണ്ടിപ്രാന്ത്. വെറും വണ്ടിപ്രാന്ത് എന്ന് പറയാൻ പറ്റില്ല, മുതുപ്രാന്ത് എന്ന് പറയാൻ പറ്റുള്ളൂ ഇതിനെ. അതുപോലെ തന്നെ അമ്മോ ഷോക്കേസ് കണ്ട, ഷോക്കേസിൽ കംപ്ലീറ്റ് വണ്ടികൾ, ചെറിയ ചെറിയ കാറുകൾ, അതിൻ്റെ മോഡൽസ് കാര്യങ്ങൾ, മോഡൽസ് മൈർ, എല്ലാ വിധത്തിലുള്ള കാറുകളും. എൻ്റെ അപ്പൊന്നെ ഇതിനെന്ന് പറയണത്, നിങ്ങൾ പറയും ഇതിനെ വണ്ടിപ്രാന്ത് എന്നാണോ പറയുക അതോ എന്താ പറയുക എന്നുള്ളത് നിങ്ങൾ തന്നെ പറയട്ട ഇത് കണ്ടിട്ട്. അതുപോലെ തന്നെ ഇത് വർക്കാവും എന്നാണ് പറയണത്. അദ്ദേഹം ഒന്ന് വർക്കാക്കി കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഗ്രാമഫോൺ. എത്ര സമയം ഏറ്റവും ക്രൈസ് ഫിയറ്റ് ഇപ്പോഴും അതിന്റെ ക്രൈസ്. ഏറ്റവും അധികം ജീവിതത്തിൽ മേടിച്ച വണ്ടി ഏതാണെന്ന് ചോദിക്കുന്നത്. അംബാസഡർ. അതിപ്പോഴും ഉണ്ടോ? ഇല്ല. അല്ല, ഇപ്പോഴും റോൾസ് റോയ്സിനേക്കാളും ഇഷ്ടം അംബാസഡർ. അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ എൻട്രൻസിൽ നിന്ന് മുകളിലേക്ക് പോണ പോർഷനാണ് കേട്ടതാ. ഇതൊക്കെ നമ്മൾ സിനിമയിലെ കണ്ടിട്ടുള്ളതാണ്. ഇവിടെ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ സ്കെച്ച് ഫുള്ള്, ഫ്രണ്ട് എന്നുള്ള വ്യൂ ഫുള്ള് സ്കെച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അടിപൊളിയായിട്ടുണ്ട്. ഇത് ഈ വീടിൻ്റെ മാതൃകയാണ് കേട്ടോ അവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ഉണ്ടാക്കിയിട്ടുള്ള എന്തുണ്ടെന്ന് വായിച്ചു നോക്കിയോ. മെയ്ഡ് വിത്ത് ഓൺലി റൈസ്റ്റോ. അപ്പോൾ എന്താന്ന് നിങ്ങൾ തന്നെ പറയും. അപ്പോൾ വർക്ക് ചെയ്തിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു കഴിവ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയോ. അപ്പോൾ ഇത് നമ്മളിപ്പോൾ നിൽക്കുന്നത് ചെറുപ്പളശ്ശേരിയാണ് നിൽക്കുന്നത്. സാറേ ഇത് ചെയ്തതാണ് ഇവിടെ അടുത്തുള്ള ആളിനെ. ഇത് മണ്ണാർക്കാടുള്ളതല്ലേ? ഇത് ഫുള്ള് വൈക്കോല്. ഫുള്ള് റെസ്റ്റോറന്റ് കാറുകളടക്കം ഒട്ടിച്ചുണ്ടാക്കിയല്ലേ? വൈക്കോല് ഒട്ടിച്ചുണ്ടാക്കിയതാ. ഫോർച്യൂണറുടെ കാര്യമുണ്ട്. സാറിന് ഓൺ ബിസിനസ്സാണ്? ഞാൻ ഒമാനിൽ ഗൾഫില് ബിസിനസ്സാ? എന്താ? വാച്ച് കട. 41 years ആയില്ലാണ്. മക്കള് 4 പേര്. അതെല്ലേ? അവിടെ വണ്ടി ഏതാ ഉപയോഗിക്കുന്നത്? സ്പോട്ട്. അപ്പോൾ മാസത്തിൽ വരുമോ അതോ മാസത്തിൽ വരുമോ അതോ എങ്ങനെയാ? അവിടെ നിൽക്കാറുണ്ട്. മസ്കറ്റിൽ എവിടെയാ? സലാലല്ലേ? ഞാൻ മസ്കറ്റിൽ ഉണ്ടായിരുന്നു. ഞാൻ പോർഷയുടെ ടെക്നീഷ്യൻ ആയിരുന്നു. മറ്റേ ഗാലല്ല, മസ്കറ്റിലെ ഏറ്റവും വലിയ ലുലു അല്ലേ, അൽക്വയർ, അവിടെ പോർഷയുടെ മസ്കറ്റിലൊരു ഡീലറുള്ളൂ. അതിൽ ടെക്നീഷ്യൻ ആയിരുന്നു. ഇപ്പോൾ ഇവിടെ കുറച്ച് 10 കൊല്ലമായി. സാറിൻ്റെ പേര് ഞാൻ ആദ്യം മറന്നു. ഞാൻ നസിമുദ്ദീൻ. അപ്പോൾ നസിമുദ്ദീൻ്റെ വീടാണ് കാണുന്നത്. അദ്ദേഹത്തിൻ്റെ ജോലിയും കാര്യങ്ങളൊക്കെ നമ്മൾ ചോദിച്ചു കണ്ടില്ലേ. അപ്പോൾ വാച്ച് കട ആണ് അദ്ദേഹത്തിന്. മസ്കറ്റിൽ സലാല എന്ന് പറയുന്ന സ്ഥലത്താണ്.
അദ്ദേഹത്തിൻ്റെ വീട്ടിലെല്ലായിടത്തും ഒരു വണ്ടി പ്രാന്തം ടച്ച് ഉണ്ട് കേട്ടോ. ഇതിപ്പോൾ വീട്ടിൽ പുറത്തുള്ള ഊഞ്ഞാലാണ് എന്നൊക്കെ കണ്ടില്ലേ, ഒരു വണ്ടിയുടേതായ ഒരു രീതിയിൽ ഇത് കണ്ടില്ലേ, 4 ചക്രം പിടിപ്പിച്ച് സൈഡിലൊക്കെ വണ്ടി ചക്രങ്ങൾ പിടിപ്പിച്ച് അങ്ങനെ ഒരു സെറ്റപ്പാണ്. എന്തായാലും വണ്ടിയുടെ ക്രൈസ് ആൾ വീടിൻ്റെ എല്ലാ ഭാഗത്തും ഒരുപോലെ ക്രൈസ് കാണിച്ചു കൂട്ടിക്കുന്നു. നമ്മുടെ ഒപ്പം വന്നിട്ടുള്ള ആളുകളാണ് കേട്ടത്. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ വണ്ടിയിൽ നിന്നുള്ള ഒരു ഗ്രൂപ്പിലത്തെ ആളുകളാണ്. നമ്മുടെ ഗ്രൂപ്പിലത്തെ ഒരു വണ്ടി നിലവിൽ ലഡാക്കിലേക്ക് ഒരു ട്രിപ്പ് പോകണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫ്ലാഗ് ഓഫിന് ചെർപ്പളശ്ശേരിയിലേക്ക് വന്നതാണ് കേട്ടോ. ഇതിപ്പോൾ ആളുകൾ നമ്മൾ ലോങ്ങിൽ നിന്നൊക്കെ വന്നിട്ടുണ്ട്, കോഴിക്കോട് നിന്ന് വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ആലപ്പുഴ, കോട്ടയം, പാല, മൂവാറ്റുപുഴ, അവിടെ നിന്നൊക്കെ നമ്മുടെ മെമ്പേഴ്സ് വന്നിട്ടുണ്ട് കേട്ടോ. അതാണ് ഒരു മാരുതി 800-നെ സ്നേഹിക്കുന്ന ഒരു പറ്റം ആളുകളുടെ കൂട്ടായ്മ. അല്ലെങ്കിൽ ഇപ്പോൾ തൃശ്ശൂർ ജില്ലയുടെ ഒരറ്റം അല്ല, പാലക്കാട് ജില്ലയിൽ കിടക്കുന്ന ചെറുപ്പുളശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഇത്രയും ദൂരത്ത് നിന്ന് ആളുകൾ വരണമെങ്കിൽ അപ്പോൾ ആ വണ്ടിയോടുള്ളൊരു എന്താ പറയുക കമ്മിറ്റ്മെൻറ്റ് അല്ലെങ്കിൽ പ്രാന്ത്. ബൈക്കുകളും ഉണ്ട് കേട്ടോ ഇഷ്ടം പോലെ. എന്താ പറയുക, വണ്ടി പ്രാന്ത് എന്ന് പറയുന്നത് കാറിനോട് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ബൈക്കുകളും കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നത്. പഴയ രാജദൂത് കാര്യങ്ങളൊക്കെ വേറൊരു മുതലാണ് കേട്ടോ. അമേരിക്കൻ വണ്ടിയാണെന്നാണ് തോന്നണത്, നമുക്ക് കൃത്യമായിട്ട് അറിയില്ല, സത്യസന്ധമായിട്ട് പറയാണ്. അപ്പോൾ വണ്ടിയോടുള്ള അദ്ദേഹത്തിൻ്റെ പ്രാന്ത് എന്ന് പറയുന്നത് കാറിൽ മാത്രമല്ല ബൈക്കുകളിലും ആ ഒരു ക്രൈസ് കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ വണ്ടീനെ കുറിച്ചൊക്കെ കുറച്ചും കൂടി നല്ല രീതിയിൽ പറയാൻ അദ്ദേഹത്തിന് ഒഴിവുള്ളൊരു ദിവസം ഞാൻ വന്ന് നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്ത് തരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും വേറൊരു മുതലിരിക്കുന്നുണ്ടോ ബൈക്ക്. കാറുകൾ തന്നെ മാത്രമല്ല, ബൈക്കുകൾ എന്തിനു പറയണു, കാളവണ്ടി, കുതിരവണ്ടി അടക്കം വണ്ടികൾ മൊത്തമാണ് ഭ്രാന്ത്. അല്ലാണ്ട് പിന്നെ വണ്ടി ഇതൊന്നുമില്ല. നമുക്ക് എന്താ പറയുക 800 റോഡിൽ പ്രാന്തുള്ളതി അദ്ദേഹത്തിന് എന്താ പറയുക പഴയ വണ്ടികളോടുള്ള ഒരു ക്രൈസാണ് ഈ കാണിച്ചിട്ടുള്ളത്. ഓരോ വണ്ടികളായിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് ആൾക്ക് ഒഴിവുള്ള ഒരു ദിവസം, സാറിന് ഒഴിവുള്ള ഒരു ദിവസം നമുക്ക് വന്ന് കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് നമുക്ക് എല്ലാ വണ്ടികളും ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കാണിക്കാം പറ്റുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്കും എനിക്കും ഭാഗ്യമുണ്ടെങ്കിൽ നടക്കും. സാറിന് സമയം സൗകര്യം ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ദിവസം ചോദിച്ചിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ എക്സ്പ്ലോർ ചെയ്യാം. ഈ വീഡിയോ എന്തായാലും ഞാൻ സാറിന് അയച്ചു കൊടുക്കുന്നുണ്ട്, നസീമുദ്ദീൻ സാറിന് അയച്ചു കൊടുത്തു കഴിഞ്ഞിട്ട് ആളുടെ അഭിപ്രായം, ആൾക്ക് ഇത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞു വെച്ചെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് അദ്ദേഹം എനിക്ക് സമയം തരുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം ശരി കട്ടിയോളെ, അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാട്ടോ. ശരി എന്നാ വെച്ചിങ്ങ.